ഇടുക്കി നെടുങ്കണ്ടം ഇരട്ടക്കൊലപാതകത്തിൽ പ്രതി സജിയെ റിമാൻഡ് ചെയ്തു. നെടുങ്കണ്ടം മാജിസ്ട്രേറ്റ് കോടതിയുടേതാണ് തീരുമാനം. മെയ് 4 ശേഷം പ്രതിയെ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങും. രാഹുൽ വിജയൻ വിവരങ്ങളുമായി. രാഹുൽ, അതിക്രൂരമായി എങ്ങനെയാണ് ഈ കൊലപാതകം നടത്തിയത് എന്നത് പ്രതി തന്നെ വിശദീകരിച്ചിട്ടുണ്ട്. ഇന്നിപ്പോൾ കോടതി നടപടി എന്താണ്? അനിഷ, മെയ് 11 വരെ റിമാൻഡിലേക്ക് ഈ സജി പോകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നെടുങ്കണ്ടം മജിസ്ട്രേറ്റ് കോടതിയുടേതാണ് തീരുമാനവും. എന്തായാലും അല്പസമയത്തിനകം തന്നെ പീരുമേട് സബ് ജയിലിലേക്ക് പ്രതിയെ മാറ്റുകയും ചെയ്യും. ഇവിടെ മറ്റ് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുന്നതിന് വേണ്ടി പോലീസ് ഉൾപ്പെടെ കാത്ത് ഇരിക്കുകയുമാണ്. അതിക്രൂര കൊലപാതകം ഈ സജി നടത്തി എന്നുള്ളതാണ് റിമാൻഡ് റിപ്പോർട്ടിൽ ഉൾപ്പെടെ പറയുകയും ചെയ്തിരിക്കുന്നത്. അതായത് ഈ സജിയുടെ മാതാവിനോടും അതുപോലെ തന്നെ സഹോദരൻ റെജിയോടും ഈ സജിക്ക് വൈരാഗ്യമുണ്ടായിരുന്നു. അതേ തുടർന്നുണ്ടായ തർക്കം അത് കൊലപാതകത്തിലേക്ക് കലാശിക്കുകയാണ്. ഈ സംഭവം നടന്ന ദിവസം, അതായത് ഏപ്രിൽ 4 തീയതി ഈ സജി ഈ റജിയുമായി വാക്കുതർക്കത്തിൽ ഏർപ്പെടുകയും സജിയെ അടിച്ച് താഴെയിട്ടതിന് ശേഷം ഈ സജി തൻ ഷൂ ഇട്ട കാലുകൊണ്ട് ചവിട്ടി മെതിക്കുകയും പിന്നീട് കഴുത്തിൽ തോർത്ത് കെട്ടി വരിഞ്ഞു മുറുക്കി ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തുകയുമാണ് ചെയ്തത്. ഇത് തടസ്സം പിടിക്കാൻ വേണ്ടി വന്ന അമ്മയെ പലതവണ ഇടിച്ച് പരിക്കേൽപ്പിക്കുകയും പിന്നീട് കൈകൊണ്ട് ചുറ്റി വലിഞ്ഞ് ഭിത്തിയിൽ ഇടിച്ച് കൊലപ്പെടുത്തുകയുമായിരുന്നു എന്നുള്ളതാണ് പ്രധാനമായും ഈ റിമാൻഡ് റിപ്പോർട്ടിൽ പറയുകയും ചെയ്യുന്നത്. മാത്രമല്ല, ഈ കൊലപാതകം നടത്തിയതിന് ശേഷം ഈ 2 മൃതദേഹങ്ങളും 2 ദിവസം വീടിന് സമീപത്തെ ചായ്പിൽ പൊതിഞ്ഞ് വെച്ചിരിക്കുകയായിരുന്നു. പിന്നീട് 3-ാം ദിവസമാണ് ഈ 2 മൃതദേഹങ്ങളും വീടിനോട് ചേർന്നുള്ള പറമ്പിൽ തന്നെ കുഴിയെടുത്ത് മറവ് ചെയ്യുകയും ചെയ്തത്. മാത്രമല്ല, കുഴിയുടെ മുകളിൽ ഒരു ഏലം ഉൾപ്പെടെ നടുകയും ചെയ്തു. എന്തായാലും അതിക്രൂരമായ കൊലപാതകമാണ്. സ്വന്തം അമ്മയെയും സഹോദരനെയുമാണ് നിഷ്ഠൂരമായി കൊലപ്പെടുത്തിയതെന്നുള്ള കാര്യമാണ് പോലീസിനോട് ഈ പ്രതി വിവരിക്കുകയും ചെയ്തിരിക്കുന്ന കേസിൽ ഇപ്പോൾ എന്തായാലും നെടുങ്കണ്ടം കോടതി ഈ സജിയെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തിരിക്കുകയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.